ഹായ് ഗൈസ്, ഇന്ന് നമ്മളൊരു ടോളായിട്ടുള്ള ഒരു ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ ഫില്ലിംഗ് ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം സ്പഞ്ചൊക്കെ ഒന്ന് ലെയർ ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ക്രം കോട്ടിങ് ചെയ്യുന്ന ക്രീം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ സ്കോച്ചിൻ്റെ ക്രഷ് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ക്രീം കൊണ്ടാണ് നമ്മൾ കേക്ക് ക്രം കോട്ടിങ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കേക്ക് ക്രം കോട്ടിങ് ചെയ്യുന്ന സമയത്ത് ലെയറിൽ ക്രഷ് യൂസ് ചെയ്യാറില്ല. ലെയറിൽ നമ്മൾ സോസാണ് കേട്ടോ, അതാ ബട്ടർ സ്കോച്ചിൻ്റെ സോസാണ് മിക്സ് ചെയ്യാറ്. അപ്പോൾ അതേപോലെ പ്രളയനും എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ച് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ ക്രീം ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ക്രഷ് ചേർത്തിട്ടുള്ള ക്രീമാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള ഒരു കേക്കായിരുന്നു കേട്ടോ അത്. ബട്ടർ സ്കോച്ച് കേക്ക് നല്ല സ്വീറ്റായിട്ടുള്ള കേക്കാണ്. ചിലവർ കേക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ഫ്ലേവർ സെലക്ട് ചെയ്യുന്ന സമയത്ത് ബട്ടർ സ്കോച്ച് സെലക്ട് ചെയ്യും, എന്നിട്ട് പറയും കുറച്ച് മധുരം കുറയ്ക്കുക. അപ്പോൾ അത് ഒരിക്കലും പോസിബിൾ അല്ല കേട്ടോ. കാരണം നമ്മൾ ഈ ഒരു ബട്ടർ സ്കോച്ച് കേക്ക് ഇൻഗ്രീഡിയൻസ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും പ്രളയനായാലും സോസ് ആയാലും ഒക്കെ ഷുഗർ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും സ്വീറ്റായിട്ടുള്ള കേക്ക് ബട്ടർ സ്കോച്ച് കേക്കാണ്. അപ്പോൾ നമ്മൾ കുറച്ച് മധുരം കുറയ്ക്കാമെന്ന് പറയുമ്പോൾ ടെൻഡർ കോക്കനട്ട് ഒക്കെ ആണെങ്കിൽ ഓക്കെ, നമുക്കതിൽ കുറച്ച് മധുരം കുറയ്ക്കാം. പക്ഷേ ബട്ടർ സ്കോച്ചിൽ ഒരിക്കലും നമുക്ക് മധുരം കുറച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നല്ല മധുരമുള്ള കേക്കിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു കേക്ക് ബട്ടർ സ്കോച്ച് കേക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ നല്ല സ്വീറ്റ്നെസ്സൊക്കെ ഇഷ്ടമുള്ളവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കേക്ക് തന്നെയാണ് ബട്ടർ സ്കോച്ച്. നമുക്ക് നല്ല ഫീഡ്ബാക്കൊക്കെ കിട്ടുന്ന ഒരു കേക്ക് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ലാസ്റ്റത്തെ ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കേക്ക് ടോളായ കാരണം തന്നെ നമ്മളൊരു ഡബിൾസൊക്കെ വെച്ച് സേഫാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ടോളാവുമ്പോൾ ഓരോ ലെയറും തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡബിൾസ് വെച്ചിട്ട് ആണ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ല രീതിക്ക് തന്നെ ഐസിങ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബലമില്ലാത്ത പോലെ തോന്നും. അപ്പോൾ ഈ കേക്കിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.